അപ്പോൾ ഗായ്സ് ദാണ്ടെ റോഷ്നി മോളുടെ ഫസ്റ്റിലത്തെ പെർഫോമൻസ് അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് ഗായ്സ്. കൺഫ്യൂഷൻ തീർക്കണമെന്നുള്ള ആ ഒരു ഡാൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഡാൻസ് അവസാനിച്ചതിന് ശേഷം നെക്സ്റ്റ് ഡാൻസിനായിട്ട് കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അടുത്തത് എന്റെ ഡാൻസ് പെർഫോമൻസിന്റെ ടൈമായി. അങ്ങനെ ഞാൻ സ്റ്റേജിലേക്ക് കയറി ഡാൻസ് തുടങ്ങാൻ പോവുകയാണ് ഗായ്സ്. ഒടുവിൽ തകർപ്പൻ ഡാൻസ് പെർഫോമൻസിന് ശേഷം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണ്ട് മേക്കപ്പ് എല്ലാം അഴിച്ചു മാറ്റാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? പെട്ടെന്ന് തന്നെ റൂമിൽ വന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. വന്നിട്ട് റോഷ്നി മോളുടെ അടുത്ത പെർഫോമൻസ് കാണുവാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇടയിൽ കൂടി ഹായ് ഒക്കെ ഇടയ്ക്ക് രണ്ട് കുട്ടികൾ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ റോഷ്നിയുടെ അടുത്ത പെർഫോമൻസ് ആണ്, നിങ്ങൾ കണ്ടുകൊള്ളൂ ഗായ്സ്. റോഷ്നി മോളുടെ അങ്ങനെ രണ്ടാമത്തെ പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ പുറത്തോട്ടിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ ഗായ്സ്? പുറത്ത് നിൽക്കുന്നവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് പുറത്ത് ഇങ്ങനൊരു സംവിധാനം അവിടെ ഒരുക്കിയത് ഗൈസ്. അപ്പോൾ അതിനുശേഷം ഞാൻ മുമ്പോട്ടേക്ക് നടക്കുകയാണ്. പിന്നെ കുറച്ചു നേരം ഞാൻ സ്ക്രീനിൽ കൂടെ അവിടെ നിന്ന് മറ്റുള്ള കുട്ടികളുടെ പെർഫോമൻസും കൂടി ഞാൻ കണ്ടു ഗൈസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നൂർജഹാൻ അവിടെ എത്തിയത്. നൂർജഹാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല, സൂപ്പർ സൂപ്പർ എന്നുള്ള അഭിപ്രായവും കേട്ടു. അങ്ങനെ സന്തോഷത്തോടെ അടുത്ത നെക്സ്റ്റ് മിസ്സിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരി മിസ്സിനോട് ചെന്നപ്പോൾ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടിപൊളി ഹായ് ഒക്കെ പാസ്സാക്കിയതിന് ശേഷം പിന്നെ ഞാൻ അകത്തോട്ട് പോയപ്പോൾ കുഞ്ഞു മക്കളുടെ ചെറിയൊരു സ്കിറ്റ്, അങ്ങനെ അതും കണ്ടുകൊണ്ട് കുറച്ചു നേരം അവിടെ നിന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ റോഷ്നിക്ക് പുറത്തോട്ട് പോയി വീണ്ടും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തോട്ട് കൊണ്ട് ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുക്കുകയാണ്. മോൾക്ക് അങ്ങനെ ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുത്തു. അവർക്ക് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ജീവനാണ്. അങ്ങനെ ഞാനും ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ പുറത്തു നിന്നു പരിപാടികൾ ആസ്വദിച്ചുകൊണ്ടേ ഇരുന്നു ഗൈസ്. അങ്ങനെ കുട്ടികൾ ഡാൻസ് കളിക്കുന്നു, പേരൻസ് എല്ലാം നോക്കി നിൽക്കുന്നു. അങ്ങനെ ചുറ്റിനും ഒന്ന് കാണിച്ചു. ഇതാണ് റോഷ്നി മോളുടെ സ്കൂൾ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ ഗൈസ്, നല്ല സൂപ്പർ ആയിട്ടില്ലേ? അതിനുശേഷം മോള് അടുത്ത ഡാൻസിന് വേണ്ടി പോകാൻ പോവുകയാണ്. ഒപ്പനയാണ് ഇനി ഉള്ളത്. അങ്ങനെ അതിനൊരുങ്ങാൻ വേണ്ടി അകത്തേക്ക് വന്നു. ഒപ്പനയ്ക്കുള്ള കോസ്റ്റ്യൂംസ് ഇത് തന്നെയാണ് അവർ ഇടുന്നത്. പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടാനും കൂടിയാണ് എല്ലാവരുടെ വന്നത്. പിന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ എന്നൊക്കെ പറയുകയാണ് എല്ലാവരും കൂടി.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും റോഷിനി വീണ്ടും തന്റെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ തന്റെ ഒരു ജ്യൂസ് വാങ്ങി, മുന്തിരിയുടെ ഒരു ജ്യൂസ് വാങ്ങി, അതിനുശേഷം എന്റെ ബൺമസ്ക വാങ്ങി കഴിച്ചു. ഞാൻ വിശക്കുമ്പോൾ നിങ്ങൾ ക്ലിൻഡു അല്ലാതാകുന്നു ക്ലിൻഡു. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം തന്റെ വീണ്ടും സ്റ്റേജ് ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ മറ്റു കുട്ടിയുടെ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം തന്റെ റോഷിനി മോളുടെ ഒപ്പന ആരംഭിച്ചു ഗൈസ്. അങ്ങനെ ലാസ്റ്റത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസോട് കൂടി ആനുവൽ ഡേ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ പെർഫോമൻസ് കണ്ടോളൂ. അങ്ങനെ ഗൈസ് ലാസ്റ്റത്തെ ആ ഒരു പെർഫോമൻസോട് കൂടി ആനുവൽ ഡേ പ്രോഗ്രാം ദാണ്ടെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ദാണ്ടെ വീട്ടിലേക്കൊക്കെ പോവുകയാണ് ഗൈസ്. അപ്പൊ എല്ലാവർക്കും അടിപൊളി ഒരു ടാറ്റായും ഒരു നല്ല ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ദാണ്ടെ എല്ലാവരും പേരൻസും സ്റ്റുഡൻസും ഒക്കെ വീട്ടിലേക്ക് പോവാൻ ദാണ്ടെ അങ്ങോട്ടേക്ക് നിൽക്കുകയാണ് ഗൈസ്. ഞാനും വീട്ടിലേക്ക് പോകാൻ നമ്മുടെ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. പരിപാടിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും എന്താ വീട്ടിലോട്ട് പോകാൻ പോവാണ്. ഞങ്ങൾ എന്താ ഓട്ടോ വെയിറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം, ഫുള്ള് കാണണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ഗൈസ്. അപ്പോൾ ടാറ്റ, ഓക്കെ, ബൈ, വീണ്ടും കാണാം, ടാറ്റ.